ഹലോ ഫ്രണ്ട്സ്, ഐസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നമുക്ക് വീട്ടിൽ തന്നെ ഐസ് ഉണ്ടാക്കിയാലോ? ഇന്ന് പൈനാപ്പിൾ ഐസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ ക്യൂട്ടി ബട്ടർഫ്ലൈസ്. ഇതിനായി നമ്മൾക്ക് വേണ്ടത് പൈനാപ്പിൾ തന്നെയാണ്. പൈനാപ്പിൾ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം 1/4 ഗ്ലാസ് ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കുകയും കൂടി ചെയ്യണം. ഇനി നമ്മൾക്ക് വേണ്ടത് മൗൾഡാണ്. ഞാനിപ്പോൾ പേപ്പർ ഗ്ലാസ്സാണ് മൗൾഡായി എടുത്തിട്ടുള്ളത്. അത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായി കഴുകിയപ്പോൾ ഈ അവസ്ഥയിലോട്ടായിട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള ഐസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പേപ്പർ ഗ്ലാസ് തന്നെ വേണമെന്നില്ല, സ്റ്റീൽ ഗ്ലാസ് ആയാലും മതി. ആ ഗ്ലാസ്സിലോട്ട് 1/4 ഗ്ലാസ് ഞാനിപ്പോൾ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ്സിലോട്ടായി ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇതെന്നിട്ട് നമ്മൾക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കണം. അത്രയേ ഉള്ളൂ ജോലി. അപ്പോൾ ഈസി ആയിട്ടുള്ള ഐസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്റ്റിക്ക് വേണം, ഐസ് സ്റ്റിക്ക് വേണം. അത് നമ്മൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. 2 സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലോട്ടാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ അത് നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇത്തിരി നേരം കഴിയുമ്പോൾ അത് സെൻറ്ററിലോട്ടാക്കി കഴിയുമ്പോൾ അത് നിന്നോളൂ കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾക്ക് ഓവർനൈറ്റ് ഇത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാനിത് എടുത്ത് നോക്കുമ്പോൾ അടിപൊളിയായി ഐസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിലാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഐസിൽ വെള്ളം വരാത്ത വിധത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ടൊന്ന് ഗ്ലാസ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും. ഇതിപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരികെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ വരും കേട്ടോ. നല്ല അടിപൊളി ഐസാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇവർക്കത് ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഈസി റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഈസി റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.